ഹലോ ഫ്രണ്ട്സ്, സോൾഫർ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡാവിഞ്ചി റിസോൾവിന്റെ കളർ പേജ് പഠിക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡാവിഞ്ചി റിസോൾവിൽ പഠിച്ചല്ലേ. നമ്മൾ മീഡിയ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. എഡിറ്റ് പേജിൽ എങ്ങനെ ക്വിക്കായിട്ട് എഡിറ്റ് ചെയ്യാം, റിപ്പിൾ ഡിലീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ കീ ഫ്രെയിമിങ്, അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഒന്നും കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് പോരെ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കളർ പേജാണ്. കളർ പേജിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് കയറാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇതൊരു അബ്സല്യൂട്ട് ബിഗിനറിനുള്ള ഒരു ട്യൂട്ടോറിയലായിരിക്കും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഡാവിഞ്ചി റിസോൾവിന്റെ കളർ പേജിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിച്ചോളാം. ഇന്ന് നമ്മളിത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമ്മൾ നോട്ട് ട്രീ, കളർ സ്പേസ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ബേസിക് കളർ കറക്ഷനിൽ നിന്ന് കളർ ഗ്രേഡിങ്ങിലേക്ക് കയറുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണും. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ടോപ്പ് ഏരിയ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പോകാം. ഇവിടെ ഗാലറി, ലാറ്റ്സ്, മീഡിയ പൂൾ, ക്ലിപ്സ് എന്നുള്ള സംഭവങ്ങൾ കാണും. ആദ്യം തന്നെ നമുക്ക് ഗാലറി കാണാം. ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ ഗാലറി അല്ല, നമ്മളുടെ സ്റ്റില്ല്, നമ്മളുടെ പവർ ഗ്രേഡ്, നമ്മുടെ ടൈം ലൈന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സംഭവങ്ങളാണ്. അതൊരിക്കലും നമ്മളുടെ ഇമ്പോർട്ട് ചെയ്ത ക്ലിപ്പുകളല്ല. പക്ഷെ അതിവിടെ കാണിക്കും. ടൈം ലൈൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണിക്കും. അടുത്ത നമ്മൾ ലട്ടാണ്. ലട്സ് ഡാവിഞ്ചി റിസോൾവിന് ഒരുപാട് തരുന്നുണ്ട്. സ്വന്തമായിട്ട് ലട്സ് ഉള്ളവരും അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരിൽ നിന്ന് പൈസ കൊടുക്കാണ്ടോ ഇവിടെ നേരെ കൂടായ്പിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം എൻ്റെ ഫോൾഡറിൻ്റെ അകത്ത്. അതെങ്ങനെയാണെന്ന് പിന്നെ ഒരു വീഡിയോ പറഞ്ഞുതരാം. അപ്പം അതൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്യാം ചുമ്മാ എളുപ്പത്തിൽ. അത് നമ്മുടെ മീഡിയ പൂളാണ്. മീഡിയ പൂളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഗാലറി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഭവം. ഇവിടെ നമ്മൾ എഡിറ്റ് പേജിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ക്ലിപ്പുകളെല്ലാം കാണിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ കളർ പേജിലെ നമ്മളുടെ മീഡിയ പൂൾ. രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ ക്ലിപ്പ് എന്നൊരു സംഭവമുണ്ട്. ഈ ക്ലിപ്പ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും, ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവും. കഴിവതും ഞാൻ എല്ലാം ഓഫ് ആക്കി ഇടുകയാണ്, കാരണം നമുക്ക് കൂടുതൽ വിഷ്വൽ കാര്യങ്ങൾ കിട്ടുന്നുള്ളതുകൊണ്ട്. ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്നതാണ്. ഈ രണ്ട് ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടില്ലേ? ഈ രണ്ട് ക്ലിപ്പുകളും നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ കാണുന്ന ക്ലിപ്പുകൾ തന്നെയാണ്. ഇത് രണ്ടും ഒരൊറ്റ ക്ലിപ്പാണ്. ഞാൻ കട്ട് ചെയ്തതാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഞാൻ വീണ്ടും ഈ ക്ലിപ്പ് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമാൻഡ് ബി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കളർ പേജ് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ 3 ക്ലിപ്പുകൾ കാണാം. സോ ടൈം ലൈനിൽ എത്ര ക്ലിപ്പുണ്ടോ, ടൈം ലൈൻ എടുത്തിട്ട് ക്ലിപ്പ് മാത്രമേ കാണിക്കുള്ളൂ, പക്ഷേ ടൈം ലൈനിൽ എത്ര ക്ലിപ്പുണ്ടോ അതെല്ലാം ഇവിടെ ആ ക്ലിപ്പായിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ബേസിക്കലി ക്ലിപ്സ് ഓൺ ആക്കിയിടും, കാരണം ക്ലിപ്പുകൾ കാണാൻ എളുപ്പമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോളട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സും കാര്യങ്ങളും വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. വോയിസ് മെസ്സേജ് അയക്കാമല്ലോ, എളുപ്പമല്ലേ, കുത്തിരുന്ന് ടൈപ്പ് ചെയ്യണ്ടല്ലോ. ഐ ഹേറ്റ് ടൈപ്പിംഗ്. ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പം എളുപ്പത്തിൽ എന്നെ റീച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ. അപ്പം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഞാൻ ബേസിക്കലി ക്ലിപ്പ് ഓൺ ആക്കിയിടാറാണ് പതിവ്, കാരണം ക്ലിപ്പുകൾ കാണാം, പിന്നീട് അത് എടുത്ത് നമുക്ക് സിങ്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂക്ക് എക്സ്പോർട്ട് എന്നൊരു സംഭവം കാണാം. എക്സ്പോർട്ട് ചെയ്യാനുള്ള സംഭവമാണ്, കൂടുതൽ പറയുന്നില്ല. ടൈം ലൈൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം ലൈൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ കാണുന്ന എഡിറ്റ് പേജിലെ ടൈം ലൈൻ തന്നെയാണ് നമ്മുടെ കളർ പേജിൽ കാണിക്കുന്നത്. ബേസിക്കലി വലിയ കോംപ്ലക്സ് വർക്കൊന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ ബേസിക്കലി അത് ഓഫ് ആക്കിയിടാനുള്ള പതിവ്. ഇവിടെ നോട്ട്സ് കാണും. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ, നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിലെ ലെയേഴ്സ് പോലെയാണ്. ഒരു ലെയറിന് അതുപോലെയാണ് എന്ന് പറയുമ്പം അതുപോലെ തന്നെയാണ് ഏകദേശം. ഒരു ലെയർ ഉണ്ട്, ആ ലെയറിൻ്റെ മണ്ടേ നമ്മളിങ്ങനെ അടുത്ത ലെയർ ഇട്ട് ഓരോ ലെയറിലും ഓരോ എഫക്റ്റ് കൊടുത്ത് പോവുകയാണല്ലോ. സെയിം വേ ആണ് ഇവിടെയും. നമ്മളൊരു നോഡുണ്ട്, അടുത്ത നോഡുണ്ട്, വീണ്ടും നമ്മളൊരു നോഡ് കൊടുക്കാം. പല തരത്തിലുള്ള നോഡുകളുണ്ട്. ലൈക്ക് പാരലൽ നോഡുണ്ട്, സീരിയൽ നോഡുണ്ട്, ലെയർ നോഡുണ്ട്, ഔട്ട്സൈഡ് നോഡുണ്ട്, സീരിയൽ ബിഫോർ, കുറച്ച് കാര്യമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അടുത്ത നമ്മുടെ എഫക്ട്സ് ആണ്. ഇത് നമുക്ക് ഓഫ് ആക്കിയിടാം, ഓൺ ആക്കിയിടാം. ഓക്കെ, ഇനി നമുക്ക് നേരെ എഫക്ട്സ് ആണ്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് അല്ലെങ്കിൽ കളർ കറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആവശ്യമുള്ള ഡാവിഞ്ചി റിസോൾവിൽ തരുന്ന ഒരുപാട് എഫക്ട്സുകളുണ്ട്. ആ എഫക്ട്സ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ലൈക്ക് ബോക്സ് ബ്ലർ, ഡയറക്ഷണൽ ബ്ലർ, ഇങ്ങനെ. ഇത് നമ്മൾ ബേസിക്കലി പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാറുള്ള കളർ സ്പേസ് ട്രാൻസ്ഫോം ആണ്. നിങ്ങൾ ലോഗിൽ എടുക്കുകയാണെങ്കിൽ, അല്ലാണ്ട് ഒരുപാട് തരത്തിലുള്ള ഹൈലി പ്രൊഫഷണൽ ഹോളിവുഡ് ലെവൽ എഡിറ്റിങ്ങിനുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ പെയ്ഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫ്രീ വേർഷൻ ആണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ അത് നമുക്ക് ബേസിക്കലി ആവശ്യം വരില്ല. അപ്പം കാരണം നമുക്കത് എല്ലാം കൂടെ എടുത്തിട്ട് റൺ ചെയ്യാനുള്ള സിസ്റ്റം വേണ്ട. സോ എഫക്ട്സും ഞാൻ ഓഫ് ആക്കുകയാണ്. പിന്നെ നമുക്കിവിടെ നമ്മളുടെ ഡിസ്പ്ലേയുടെ നമ്മുടെ മെയിൻ വിൻഡോ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ കോർണറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാം നമ്മുടെ ഇഷ്ടത്തിന്.
അപ്പോൾ നമ്മളത് വലുതാക്കിയിടുവാണ്. നോഡ് തൽക്കാലത്തേക്ക് നമ്മൾ കാര്യമാക്കുന്നില്ല, നോഡ് അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോയുടെ നമ്മുടെ സൂം ഉണ്ട്. അപ്പം അത് നമുക്ക് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. മൗസിൻ്റെ വീല് വെച്ച് സ്ക്രോൾ ചെയ്താലും അത് സൂം ഇൻ ചെയ്ത് സൂം ഔട്ട് ആവും. സെഡ് എന്നുള്ള കീ ഞെക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബാക്ക് ടു നോർമൽ പൊസിഷൻ ആവും. ഇത് നമ്മളുടെ ഒരുപാട് ടൂൾസാണ്, എത്രയും ഡെപ്തിലേക്ക് പോകുന്നില്ല, ഇതും ഞാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഹൈലൈറ്റ് എന്നുള്ള സംഭവമാണ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റേഡിയൽ ഗ്രേഡിയൻ്റ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ റേഡിയൽ ഗ്രേഡിയൻ്റ് ഉള്ള ഭാഗം മാത്രം കാണണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ആ സാധനം ഉപയോഗിക്കുക. അതും നമുക്ക് വരും വഴിയെ പതുക്കെ പരിചയപ്പെടാവുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ ടൈം ലൈൻ, എത്രയും ടൈം ലൈൻ ഉണ്ടെങ്കിൽ അതിലൂടെ കാണിക്കും, നമ്മുടെ ടൈം കാണിക്കും. പ്രോക്സി വേണോ പ്രോക്സി ഉപയോഗിക്കാം. ഫുൾ ബേസിക്കലി ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രോക്സി യൂസ് ചെയ്യും, കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഒറിജിനൽ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു നോയ്സും പാറ്റേണും ഒക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ കാണുന്ന ഈ സംഭവമാണ് നമ്മളുടെ ഗ്രേഡ് കംപ്ലീറ്റ് ഓഫാക്കി ഓണാക്കി കാണാം. ഇതിപ്പം നമുക്കറിയാം, ഇത് ലോഗാണ്, സി ലോഗ് 3 എടുത്താണ്. ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളത് കളർ സ്പേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫുൾ സ്ക്രീൻ ആക്കുക, നോഡ് ഓഫ് ആക്കുക, അത്രയ്ക്കേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പവർ വിൻഡോ, നമ്മുടെ നോഡിൻ്റെ സൈസ് കൂട്ടാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഇത്രയും ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇവിടെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും താഴെയുള്ള പ്രധാനപ്പെട്ട എഡിറ്റിംഗ് ടൂൾസാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിപ്സ് ഓഫ് ആക്കിയിടുകയാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ക്യാമറ റോ എഡിറ്റിംഗ് ഉണ്ട്, റോയിൽ എഡിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അങ്ങനെ കളർ മാച്ച്, കളർ വീൽസ്, HDR, ഗ്രേഡ്, RGB മിക്സർ, ടോൺ കേഴ്സ്, പിന്നെ കളർ സ്ലൈസ്, റാപ്പർ, ഇങ്ങനെ പവർ വിൻഡോസ്, ട്രാക്കർ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ വർക്ക് ഫ്ലോയിൽ ഉപയോഗിക്കുന്നത് കളർ വീൽസും പിന്നെ നമ്മുടെ കേവ്സ്, നമ്മുടെ പലതരത്തിലുള്ള കേവ്സ് ഉണ്ട്, അത് എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. കളർ സ്ലൈസ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഡാമേജ് റിസോൾവ്. നമ്മളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കും, അതിൻ്റെ ഒരു കളറിനെ മനസ്സിലാക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നെ പവർ വിൻഡോ ഉപയോഗിക്കും, ട്രാക്കറും ചില സമയത്ത് ഉപയോഗിക്കും, കൗതുകം കൂടിയ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത നമ്മുടെ സ്കോപ്പുകളാണ്. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു ലേൺ. കളർ കറക്ഷൻ, കളർ ഗ്രേഡിങ് താല്പര്യമുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ പറഞ്ഞ സ്കോപ്പുകൾ. പിന്നെ ഇവിടെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ആ സ്കോപ്പുകളിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ വായിക്കാം, എന്താണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, സെക്കൻഡ് സെക്ഷനിലേക്ക് കയറാം. നമുക്ക് ഇതെങ്ങനെ പ്രോപ്പർലി ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എന്താണ് പ്രൈമറീസിൻ്റെ ഉള്ളിൽ തന്നെ 3 സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 പ്രൈമറി കളർ വീൽസ്, 2 പ്രൈമറി കളർ ബാർസ്, 3 പ്രൈമറി ലോഗ് വീൽസ്. ഈ 3 കാര്യങ്ങൾ ഇതും എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം സ്കോപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരുപാട് തരത്തിലുള്ള സ്കോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പരേഡ് ഉണ്ട്, വേവ് ഫോം ഉണ്ട്, വെക്ടർ സ്കോപ്പ് ഉണ്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്, പിന്നെ CIE ക്രൊമാറ്റിസിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇപ്പം ഇത് പേഴ്സണലി ഞാൻ ഉപയോഗിക്കുക പരേഡും വെക്ടർ സ്കോപ്പും മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊന്ന് പരേഡിനെ മനസ്സിലാക്കാം. സോ എന്താണ് പരേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ RGB 3 ചാനൽസും ഈ നമ്മുടെ ക്ലിപ്പിലുള്ള നമ്മുടെ ടൈം ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള 3 ചാനൽസും ഇവിടെ കാണിക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ ടൈം ലൈൻ മുമ്പോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പരേഡിൽ ചെറിയ മാറ്റങ്ങൾ, ചെറുതല്ല നല്ല മാറ്റങ്ങൾ. ഇത് ഇവിടെ നിന്ന് ഞാനില്ലാത്തപ്പം ഞാൻ എണീറ്റ് പോയി, ഞാൻ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിരുന്നു. റെഡിലും ഗ്രീനിലും ബ്ലൂവിലും മാറ്റം വരുന്നുണ്ട്. കണ്ടു, പിന്നെ ഞാൻ മാറുന്നതിനനുസരിച്ചൊക്കെ ഇത് മാറുന്നുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിക്കൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഈ വീഡിയോയുടെ നമ്മൾ ഈ ചെയ്യുന്ന സംഭവത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു സൂത്രപ്പണിയോട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു 3 ഡോട്ട് ഞെക്കിയതിന് ശേഷം ഡിസ്പ്ലേ ക്വാളിഫയർ ഫോക്കസ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് ക്വാളിഫയർ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എവിടെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കാണിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ റെഡും ഗ്രീനും ഇവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ സംഭവിക്കുക. ഇവിടെ റെഡും ഗ്രീനും ബ്ലൂവും. എന്തുകൊണ്ടാണ് റെഡ് ഗ്രീൻ ബ്ലൂവും ഈ 3 കൂടെ കൂടി ചേർന്നിട്ടാണ് എല്ലാ കളേഴ്സും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ക്ലിപ്പ് ഒരു കോമ്പിനേഷനാണ് ഈ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു സ്കോപ്പിൻ്റെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലായി. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലിപ്പിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് 3 കളേഴ്സാണ്. ഇനി ഇവിടെ എന്താണ്, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്കോപ്പ് ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുന്നത്. പകരം നിങ്ങളുടെ സ്കോപ്പ് വേവ് ഫോം ഒരു പക്ഷേ 1023 ഇങ്ങനെ ആയിരിക്കും. അത് പെർസെൻറ്റേജ് ഇത് നമുക്ക് മാറ്റാം. സോ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള കിടക്കാം.
സോ ഇത് നമുക്ക് എങ്ങനെ വായിക്കാം? ഇതൊരു ടിപ്പിക്കൽ ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ ഏറ്റവും ടോപ്പ് 1023 എന്നുള്ളത് ദ ബ്രൈറ്റസ്റ്റ് ലൈനാണ്. ഇത് എവിടെയും നമ്മുടെ ഷോട്ടിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോഷർ നിങ്ങൾക്ക് കൂട്ടിയാൽ കാണാൻ പറ്റും. ദ ബ്രൈറ്റസ്റ്റ് ലൈൻ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അവിടെ ടച്ച് ചെയ്താൽ തീർന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് ആദ്യം കംപ്ലീറ്റ് ബ്രൈറ്റ് ആയി പോയത്, കണ്ടോ? അതൊക്കെ അവിടെ ടച്ച് ചെയ്ത് തീർന്നു. അതാണ് ദ ബ്രൈറ്റസ്റ്റ്. ആൻഡ് ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ബ്ലാക്കസ്റ്റ് തിങ് ആണ്. അങ്ങോട്ട് പോകും തോറും ഇരുട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഷോട്ടിന്റെ ബ്രൈറ്റും ഏറ്റവും താഴെ ഡാർക്കുമാണ് കാണിക്കുന്നത്. നമുക്ക് സെഗ്മെന്റ് ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് ഈ ഒരു ഏകദേശം ഒരു 768 വരെയൊക്കെ ഒരു ബ്രൈറ്റസ്റ്റ് പാർട്ടും ഒരു 768 മുതൽ ഒരു 3 വരെയൊക്കെ നമുക്ക് ഏകദേശം അല്ലെങ്കിൽ ഏകദേശം 3യുടെ അടുത്ത് വരെയൊക്കെ നമുക്കൊരു മിഡ് ടോൺസും 3 മുതൽ താഴോട്ടുള്ളത് നമ്മളുടെ ഷാഡോസും ബ്ലാക്സും ഒക്കെ ആയിരിക്കും എന്ന് നിർബന്ധമില്ല. ഇറ്റ് വേരീസ് ഡിപ്പെൻഡ് ഓൺ ദ ഷോട്ട്. അപ്പം നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഇപ്പം എൻ്റെ ഈ ബ്ലാക്ക് ഹെയറിൻ്റെ അങ്ങേയറ്റം ഒരു ഡീറ്റെയിൽസും ഇല്ലാത്ത ഈ ഒരു സ്ഥലം ഓൾമോസ്റ്റ് ടച്ചിങ് ആണ് ബ്ലാക്കിൽ. ഇതും ഓൾമോസ്റ്റ് ടച്ചിങ് ആണ് ബ്ലാക്കിൽ. നമുക്ക് നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശങ്ങളിൽ 720 നമ്മുടെ മിഡ് ടോൺസ് വരുന്ന ഈ ഒരു ഏരിയ നമ്മുടെ 3ക്കും ഇതിനും ഇടയ്ക്കാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് പോകുന്നതോറും ഇരുട്ടായി പോകും. പിന്നീട് നമ്മുടെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് പാർട്ട് ഏകദേശം ഇങ്ങനെ ഏറ്റവും മുകളിൽ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഷോട്ടിനെ 3ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പോൾ ടോപ്പ് ഏരിയ. അപ്പം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ലിഫ്റ്റ്, ഗാമ, ഗെയിൻ ആൻഡ് ഓഫ്സെറ്റ്. അത് നമുക്ക് കണ്ടു നോക്കാം. എന്താണ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് എന്ന് പറയത്തില്ല, പക്ഷെ എങ്കിലും ബ്രൈറ്റസ്റ്റ് ഏരിയ ആയിരിക്കും ഗെയിൻ. ആ ബ്രൈറ്റ് ഏരിയാസ് ഉള്ള ഭാഗങ്ങൾ. ഉദാഹരണത്തിന് ഞാനിവിടെ ഇത് കൂട്ടാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ബ്രൈറ്റ്നെസ് കൂടുന്നു, ആ ബ്രൈറ്റസ്റ്റ് ഏരിയ. ആൻഡ് ഇവിടെ ഈ ഗെയിൻ കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒരു ബ്രൈറ്റസ്റ്റ് ഏരിയനെ മാത്രമല്ല ബാധിക്കുന്നത്, നേരെ മറിച്ച് ഒരു സെന്റർ മുതൽ അങ്ങോട്ടുള്ള എല്ലാത്തിനെയും അങ്ങോട്ടങ്ങ് വലിക്കുന്നുണ്ട്, കണ്ടോ? എന്നാൽ ബ്ലാക്ക് അടിയിൽ നിന്ന് വിട്ടു പോകുന്നില്ല. എത്ര പൊക്കിയാലും ഞാൻ പറയും ബ്ലാക്ക് അടിയിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അത് വലിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യ ഹൈലൈറ്റ്സിനെ മാത്രമല്ല, അത് ടോപ്പ് ഉള്ളതിൽ നിന്ന് ഏറ്റവും ബ്രൈറ്റ് മുതൽ ഈ ഒരു ഭാഗമൊക്കെ അങ്ങ് വലിയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബ്ലാക്കിനെ മാത്രം അത് തൊടൂല്ല. ഇനി ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ടോൺസിന്റെ അടുത്ത് വരുന്നൊരു സംഭവമാണ്. അതിന് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ, അങ്ങേ അറ്റത്ത് പോയി തട്ടുന്നുമില്ല, താഴത്തെ പിടുത്തം വിടുന്നുമില്ല. ഈ നടുക്കുള്ള സാധനം ലിഫ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ? ഗാമ ലിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കണ്ടോ? അങ്ങേറ്റത്ത് പോയി തട്ടുന്നുമില്ല, തട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങേറ്റം താത്തി കഴിഞ്ഞാൽ മൊത്തം താഴോട്ട് പോവുകയില്ല, നമ്മൾ നടുക്കത്തെ ടോൺസിനെ കിടന്ന് കളിക്കുകയാണ്. സോ അതാണ് ഗാമ. ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏറ്റവും ബ്ലാക്ക് ആണ്. അതിനെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെളുത്തിലേക്ക് പോയി, കണ്ടില്ലേ? മൊത്തം താത്തി കഴിഞ്ഞാൽ പക്ഷെ ഏറ്റവും ടോപ്പ് വൈറ്റ് അവിടെ തന്നെ നിൽക്കും. സോ ഇത് ഒരിക്കലും നമുക്കൊരു കമ്പാർട്ട്മെന്റ് വെച്ച് പറയാൻ പറ്റില്ല. ഈ പ്രൈമറി കളർ വീൽസിൽ നമ്മളതിനെ ഒന്ന് കണ്ണുകൊണ്ടും ഒന്ന് ഈ സ്കോപ്പും നോക്കി ഒരു നാച്ചുറൽ സെറ്റപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു കളർ സ്പേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഓൾറെഡി കൺവേർട്ട് ചെയ്തു. C-Log നിന്ന് Rec 709 ഗാമ 2.4ലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഞാനിത് ഓഫ് ആക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പുതിയ നോഡ് ഇട്ടു. ഇത് നോഡിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ഓൾമോസ്റ്റ് ക്ലോസ് ആക്കി ഒന്ന് എക്സ്പോസ്ഡ് ആക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞു, ഇങ്ങനൊരു ഷോട്ടിൽ പേഴ്സണലി എൻ്റെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോൺസ് ആയിരിക്കണം എൻ്റെ പ്രൈമറി സാധനം. കാരണം ഞാനാണ് അതിൻ്റെ അകത്തുള്ളത്. ഞാൻ നേച്ചറല്ല കാണിക്കുന്നത്, എന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് പ്രോപ്പർലി അപ്പോൾ സംഭവം വരുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഇങ്ങനെ നോക്കും, എൻ്റെ എവിടെ കിടക്കുന്നത്? സോ 512 താഴോട്ടാണ് കിടക്കുന്നത്. സോ ഏകദേശം ഒരു 647-68 എൻ്റെ സെൻട്രൽ ഏരിയനെ കൊണ്ടുവരണം. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഗെയിൻ ലിഫ്റ്റ് ചെയ്യും, ഇറ്റ്സ് പ്രോപ്പർലി എക്സ്പോസ്ഡ് ആക്കാൻ വേണ്ടി. അപ്പം ഏകദേശം ഒരു ഇവിടം വരെ മതി. നമുക്ക് വേണമെങ്കിൽ അങ്ങ് ടോപ്പ് വരെ കൊണ്ടുപോകാം. പക്ഷേ നോർമലി എല്ലാവരും പറയും വെൽ ലിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ, കൃത്യമായ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോസിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് പോയിന്റ് ഏകദേശം 1023 പോയി മുട്ടുന്ന വിധത്തിലും ഏറ്റവും ബ്ലാക്ക് പോർഷൻ ഏകദേശം 0യ്ക്ക് അടുത്ത് താക്കുക. പിന്നെ മിഡ് ടോൺസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർലി എക്സ്പോസ്ഡ് കളർ കറക്റ്റഡ് വീഡിയോ കിട്ടും എന്നാണ് പറയുന്നത്. പലപ്പോഴും സെയിം ആണ്. പക്ഷേ ഡാഞ്ചറസ് കിട്ടിയ പിന്നെ നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം ഇട്ട് അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്ന പരിപാടി. പിന്നെ എൻ്റെ പുറത്ത് നമ്മുടെ ക്രിയേറ്റീവ് കളർ ഗ്രേഡിംഗ് ആണ് വരുന്നത്. എനിവേ നമുക്ക് നോക്കാം അങ്ങനെ. ഞാൻ നമ്മുടെ ബ്രൈറ്റസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഒരു ഗ്രീനിൻ്റെ സ്പൈക്ക് ഉണ്ട്, ഒരു റെഡിൻ്റെ സ്പൈക്ക് ഉണ്ട്. അത് അവിടെ അങ്ങ് മുട്ടാത്ത വിധത്തിൽ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ല, അവിടെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ടച്ച് ചെയ്തതിൽ ഏകദേശം ഞാൻ ഇവിടം വരെ റെഡിൻ്റെ ഓൾമോസ്റ്റ് അവിടം വരെ കൊണ്ടുവെക്കുകയാണ്. അതിനുശേഷം ഞാൻ ലിഫ്റ്റിനെ പതുക്കെ താഴോട്ട് പാത്തി ടച്ചില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചു. അതിനുശേഷം ഞാൻ ഗാമേനെ പതുക്കെ അങ്ങ് ലിഫ്റ്റ് ചെയ്യുവാണ്. സോ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ,
നോട്ട് ബാഡ്. സോ നമ്മൾ അവിടെ കൊണ്ടുവച്ചു. സോ ദ ബ്ലാക്ക് ഷുഡ് ബി ബ്ലാക്ക് എന്നാണ് എൻ്റെ ഒരു തിയറി. അതായത് കറുത്ത സാധനങ്ങൾ ഇരുട്ടായിരിക്കേണ്ട സാധനങ്ങൾ, ബ്ലാക്ക് ആയിരിക്കേണ്ട സാധനങ്ങൾ ബ്ലാക്ക് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു തിയറി. അതിനെ ഞാൻ ഫെയ്ഡ് ആക്കാൻ നിൽക്കില്ല. കാരണം അത് ആ സീനിലെ ഇപ്പോൾ കറുത്ത ഒരു ഈ ബാക്കിലുള്ള സ്പീക്കർ ദാറ്റ് ഷുഡ് ബി ബ്ലാക്ക്. ഇത് ലൈറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് ഇത് ഷാഡോ ആണെങ്കിൽ ഷാഡോയ്ക്ക് ആക്കുക. ആൻഡ് ദ ഫേസ് ഷുഡ് ബി ലൈക്ക് 648. വലിയ കുഴപ്പമില്ല. പക്ഷേ ഓക്കെ, എൻ്റെ ഒരു കണ്ണിന് പറ്റുന്ന ഇതിലേക്ക് ഞാൻ സംഭവത്തെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു ഹൈലൈറ്റ്സ് വന്നു. നമുക്ക് നോക്കാം, ഇത് ഓഫ് ആക്കിയിട്ട് നമ്മുടെ പഴയ CST വരുമ്പം CST കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ ലൈറ്റ്, ആ ബ്രൈറ്റ്നെസ് അങ്ങനെയുണ്ട്. നമുക്ക് നോക്കാം ഇത് എവിടെയാണ് വരുന്നത് നോക്കട്ടെ. ഫേസ് ടോൺസ് ഏകദേശം 768 വരെ CST ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള കുറച്ച് ബേസിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓഫ്സെറ്റ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. ഓഫ്സെറ്റ് ഈസ് ബേസിക്കലി എല്ലാത്തിനെയും അങ്ങ് തൂക്കാണ്. ലൈക്ക് ഞാൻ കാണിച്ചു തരാം. വേറെ നോഡ് ഇടുകയാണ്. നിങ്ങൾ നോഡ് ഇടുന്നതിനെക്കുറിച്ച് ഓർത്ത് വറിയാവണ്ട. ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ എല്ലാം ബ്രൈറ്റ് ആക്കുക. ഇത് എൻ്റെ സിസ്റ്റത്തെ നമ്മൾ പൊക്കാണ്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തെ നമ്മൾ താത്താണ്. കണ്ട, ഓഫ്സെറ്റ് മൊത്തം ഏരിയയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു നോഡ് ഞാൻ ഡിലീറ്റ് ആക്കി വീണ്ടും പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് കൊണ്ടുവരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാച്ചുറേഷൻ ഇവിടെ കൂട്ടാം. ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് ഞാൻ താത്തുകയാണ്, മുഖത്തങ്ങ് വൃത്തിയിടാണ്ടിരിക്കാൻ വേണ്ടി. ആൻഡ് കുറച്ചുകൂടെ കളർ ബൂസ്റ്റ് വേണേൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ബേസിക്കലി വലിയ മോശമില്ലാത്ത ഒരു സാധനം വന്നു. കണ്ടില്ലേ, ഇത് അവരുടെ കളർ. ഇതിങ്ങനെ കുറച്ചുകൂടെ കളേഴ്സൊക്കെ നമുക്ക് അപ്പുറത്ത് പോയി ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ബേസിക്കലി പ്രൈമറീസിലെ കളർ വീൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോനെ കളർ കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം വെച്ചുകൊണ്ട്. ഏകദേശം ഒരു സ്ട്രെച്ച് ചെയ്ത ലോഗിലൊക്കെ ഷൂട്ട് ചെയ്താണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നതിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് കുറച്ചൊക്കെ പണിതാൽ മതി. ഒത്തിരി ഇങ്ങനെ ഈ ഒരു സംഭവം ചെയ്യേണ്ട അധികം വരില്ല. ഇപ്പം ഞാൻ റീസെറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എപ്പോഴും ഈ ഒരു സാധനം കാണും. അത് നമ്മുടെ റീസെറ്റ് വിടുക. ഇനി നമുക്ക് നേരെ ലോഗ് വീൽസിലേക്ക് വരാം. എന്താണ് ഡിഫറൻസ്? ലോഗ് വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിവൈഡഡ് ആണ് സെറ്റപ്പ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈലൈറ്റ്സ് കാണാം. ഞാൻ ഹൈലൈറ്റ്സിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഹൈലൈറ്റ്സിൻ്റെ ഏരിയ മാത്രമേ ലിഫ്റ്റ് ആവുന്നുള്ളൂ. കണ്ടോ, നമ്മുടെ മിഡ് ടോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ടോൺസിൻ്റെ ഏരിയ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഷാഡോസിൻ്റെ ഏരിയ മാത്രമേ. നമ്മൾ എത്ര ലിഫ്റ്റ് ചെയ്താലും അത് ആ വരയിൽ പോയിട്ട് 354 എന്നുള്ള ആ ഒരു വരയിൽ പോയി അവിടെ നിൽക്കും. അതാണ് ഈ ലോഗ് വീൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ലോഗ്സ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്താണ്. നമുക്ക് ഇവൻ ഈ റേഞ്ചിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ചെറിയൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. പ്രൈമറി ലോഗ് വീൽസിലേക്ക് വന്നു കഴിയുമ്പം അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ, ടിൻറ്റ്, കോൺട്രാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ലോഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റേഞ്ച് ഒക്കെ വന്നു. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോസ് നന്നായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ റേഞ്ച് ഒന്ന് മാറ്റണം. നമ്മൾക്ക് ഉദ്ദേശിച്ച ഷാഡോസ് അതല്ല. കണ്ടോ, നമുക്ക് ആ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്താണ് ഹൈലൈറ്റ്സിൻ്റെ റേഞ്ച്, നമുക്ക് അത്രയും കോംപ്ലക്സിലേക്ക് പോകണ്ട. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള കളർ വീൽസും ലോഗ് വീൽസും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിന് നടുക്കൊരു കളർ ബാർസ് ഉണ്ട്. അത് ഈ ബാർസ് ഈ അടിയിലത്തെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്ന ബേസിക്കലി എല്ലാം ഒരുപോലെയാണ്. ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ ലിഫ്റ്റ് ചെയ്താൽ അങ്ങനെ തന്നെ, ഇത് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ. പക്ഷേ കളർ ബാറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ വീൽസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണേൽ ഇവിടെ കളർ ബാറിൽ പോയിട്ട് ഓരോന്നിലുമുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെ നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റും. വീണ്ടും നമുക്ക് കളർ വീൽസിലേക്ക് വരാം. കാരണം ഇത് എല്ലാത്തിലും ബാധിക്കുന്നതായതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ ഈ ചക്രങ്ങൾ ഇത് ഓരോ ഏരിയയിലുമുള്ള കളേഴ്സിനെ മാറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറീസിൽ വരുമ്പം എല്ലാം ഭയങ്കര വേഗമാണ്, ഇറങ്ങി കിടക്കുന്നതാണ്. അത് നമ്മൾ ഗെയിനിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാത്തിലേക്കും ഇത് വരും. ഗാമയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എല്ലാത്തിലേക്കും അത് വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ലോഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൽ നമ്മളത് ഇപ്പം ഹൈലൈറ്റ്സിൽ ഞാൻ ഈ കളർ കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ ആ ഒരു കളേഴ്സ് വരുള്ളൂ. അതാണ് അതാണ് നമ്മുടെ ലോഗ് വീൽസിൻ്റെ ഒരു ഗുണം. നമുക്ക് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കളർ വീൽസും ഈ സ്കോപ്പും വായിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സ്കോപ്പ് ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഫ്രെയിം. നിങ്ങളുടെ ഫ്രെയിമിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. ദാറ്റ്സ് മോസ്റ്റ് ആക്യുറേറ്റ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് നോക്കിയത് നമ്മുടെ കണ്ണ് അതിനോട് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോട്ട്സ് എങ്ങനെ ചെയ്യാമെന്നും പഠിക്കും.
എഫക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കും. നോഡ് വെച്ച് ഒരു പ്രോപ്പർ ഈ ഒരു ഫുട്ടേജ് ഇപ്പം ഞാനിങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നതിനെ ഇങ്ങനെ ആക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം. തിയറി പഠിക്കാണ്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരൂല. അപ്പോൾ ശരി, അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.